ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ 3 രാജ്യങ്ങൾക്കെതിരെയാണ് പോരാടിയതെന്ന് കരസേനയുടെ ഉപമേധാവി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ പറയുന്നതിൽ വ്യക്തതയുണ്ടോ? നാം പുറമേ നോക്കുമ്പോൾ പാകിസ്ഥാനുമായി മാത്രമാണല്ലോ നിരന്തരം സംഘർഷമുണ്ടായിരുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരേ സമയം ഇന്ത്യ 3 രാജ്യങ്ങൾക്കെതിരെയാണ് യുദ്ധം ചെയ്തത് എന്ന് കരസേനയുടെ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ സിംഗ് ആണ് പറഞ്ഞത്. അദ്ദേഹം ഈ FICCI നടത്തിയ പുതിയ കാലത്തെ സൈനിക സാങ്കേതിക വിദ്യ എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. 3 രാജ്യങ്ങളല്ല, 4 രാജ്യങ്ങൾക്കെതിരെയാണ് ഇന്ത്യ യുദ്ധം ചെയ്തത് എന്ന് പറയേണ്ടി വരും. ഞാനത് വിശദമാക്കാം. പാകിസ്ഥാൻ ഒറ്റയ്ക്കായിരുന്നില്ല. പാകിസ്ഥാനോടൊപ്പം ചൈനയും തുർക്കിയും ഉണ്ടായിരുന്നു. അമേരിക്കയും നിരന്തരം ആയുധങ്ങൾ കൈമാറിയത് അവരാണ്. അതെ, പാകിസ്ഥാനോടൊപ്പം അമേരിക്കയും ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് ഈ പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങളിൽ 80% ചൈന നൽകിയതാണ്. പാകിസ്ഥാൻ ഉപയോഗിച്ച വിമാനങ്ങളിൽ അമേരിക്ക നൽകിയ വിമാനവും ഉണ്ടായിരുന്നു. ഇനി തുർക്കിയുടെ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. ഇതിനെല്ലാം ഇന്ത്യ നശിപ്പിക്കുകയായിരുന്നു. ഈ തലമുറയിൽപ്പെട്ട വിമാനം ആണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് അമേരിക്കയുടെ. അത് നമ്മുടെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെ തകർത്തെറിയുന്ന കാഴ്ച ലോകം കണ്ടു. അമേരിക്കയ്ക്ക് ആകെ നാണക്കേടായി. അതുപോലെ ചൈന കൊടുത്ത മിസൈൽ പ്രതിരോധ സംവിധാനം സമ്പൂർണ്ണ പരാജയമായിരുന്നു. അതിൻ്റെ കണ്ണ് വെട്ടിച്ചാണ് നമ്മുടെ ബ്രഹ്മോസും നമ്മുടെ ആകാശ് മിസൈലും പാകിസ്ഥാനിൽ സർവനാശം വിതച്ചത്. അതുപോലെ ഈ ചൈന ശരിക്കും രാഹുൽ സിംഗിൻ്റെ വാക്കുകൾ നമുക്ക് മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ സൈനിക വിവരങ്ങൾ ഈ ചൈനയ്ക്ക് പാകിസ്ഥാനേക്കാൾ വളരെ വലിയ ചാരശൃംഖലയും സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ രഹസ്യങ്ങളെല്ലാം ഈ ചൈന പാകിസ്ഥാന് കൈമാറിയിരുന്നു. എന്ന് മാത്രമല്ല, ചൈന കണ്ടെത്തിയ പല ആയുധങ്ങളുടെയും ഒരു പരീക്ഷണശാലയാണ് പാകിസ്ഥാൻ. ഈ ഓപ്പറേഷൻ സിന്ദൂർ അതിനെ എതിർക്കാനെന്നുള്ള പേരിൽ ഈ ചൈന കണ്ടെത്തിയ പല ആയുധങ്ങളും പാകിസ്ഥാനെ ഉപയോഗിച്ച് പരീക്ഷിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ഈ ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ സിംഗ് പറയാതെ, അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം ഒഴിവാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം പൂർണ്ണ പരാജയമാണ്. നയതന്ത്ര തലത്തിൽ നമുക്ക് തന്നെ അറിയാവുന്നതാണ്, പല മിസൈലുകൾ ഇന്ത്യയിലെ അതിർത്തിയിൽ വീണത് ഇന്ത്യയാണ് ലാസ്റ്റ് പൊട്ടിക്കേണ്ട അവസ്ഥയായി. അതിനെ നിർവീര്യമാക്കാൻ വേണ്ടി ഒരു ദിവസം മാറ്റി വയ്ക്കുകയായിരുന്നു. അതെ, അതിനു വേണ്ടിയിട്ട്, അതായത് പാകിസ്ഥാന് അത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ ചൈനയുടെ ആയുധങ്ങൾ ചൈനയിൽ നിന്ന് വാങ്ങി ചൈനയിലെ ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാരും ചൈനയിലെ പട്ടാളക്കാരും ഒക്കെ വന്നിട്ടാണ് അത് സഹായിച്ചു കൊടുത്തത് അല്പമെങ്കിലും. പക്ഷേ ഒരു വിപുലമായ രീതിയിൽ അതൊന്നും ചെയ്യാൻ പാകിസ്ഥാന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. പാകിസ്ഥാൻ അവിടെയൊക്കെ നമുക്കറിയാം, പാകിസ്ഥാനിൽ എന്ത് സാങ്കേതിക വിദ്യ, പട്ടിണിയും പരിവട്ടവുമായിട്ട് പിച്ചപാത്രം എടുത്തിങ്ങനെ അമേരിക്കയിലും മറ്റുമൊക്കെ തെണ്ടി നടക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഇന്ന്. ആ പാകിസ്ഥാന് എന്ത് സാങ്കേതിക വിദ്യ, എന്ത് എൻജിനീയറിങ്, എന്ത് പട്ടാളം, ഇതിനൊന്നും യാതൊരു സാധ്യതയുമില്ല. പഴയ കാലത്ത് അവർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഒരു പാക് പട്ടാളക്കാരൻ 20 ഇന്ത്യൻ പട്ടാളക്കാരെ കൊല്ലും എന്നൊക്കെയാണ്. ഈ വീരവാദം പറച്ചിലല്ലാതെ പാകിസ്ഥാൻ എന്തുണ്ട്? നടന്ന യുദ്ധങ്ങളിലെല്ലാം നടത്തിയ എല്ലാ യുദ്ധങ്ങളിലും തോറ്റു. ഇപ്പോഴിതാ തൊട്ടപ്പുറത്ത് ഒട്ടും എന്താ പറയുക, പക്വത ആർജിക്കാത്ത ഒരു താലിബാൻ ഭരണം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് അഫ്ഗാൻ. അവിടെയുള്ള ഈ താലിബാൻ പോരാളികൾക്ക് മുന്നിൽ പോലും പാക് സൈന്യം ഈയാമ്പാറ്റകളെ പോലെ ചത്തു വീഴുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെപ്പോലെ ഒരു സുശക്തമായ രാഷ്ട്രത്തിനോട് എങ്ങനെ ഏറ്റുമുട്ടി നിൽക്കാനാണ്? ഈ പറഞ്ഞതുപോലെ ചൈനയിൽ നിന്ന് വാങ്ങിയ ആയുധങ്ങളെല്ലാം പരീക്ഷിച്ചു നോക്കി. ആ പരീക്ഷണങ്ങളെല്ലാം പൂർണ്ണ പരാജയമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ പറഞ്ഞതുപോലെ അമേരിക്കയിൽ നിന്നും ആയുധങ്ങൾ ചൈന വാങ്ങിയിട്ടുണ്ട്. അതും ഉപയോഗിച്ച് നോക്കി, അതും പരാജയപ്പെട്ടു. പക്ഷേ ഇന്നിപ്പോൾ അമേരിക്കയുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ നമ്മൾ നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് ഈ ലഫ്റ്റനന്റ് ജനറൽ നമ്മുടെ രാഹുൽ സിംഗ് കടുപ്പിച്ച് ഒന്നും പറയാത്തത്. അദ്ദേഹം കടുത്ത ഭാഷയിൽ പറഞ്ഞ് എന്തിനു വെറുതെ ഇവരെയൊക്കെ നമ്മൾ പിണക്കണം, നമ്മളെല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അമേരിക്കയുമായിട്ടും നമുക്ക് വ്യാപാരമുണ്ട്, ചൈനയുമായിട്ടും നമുക്ക് വ്യാപാരമുണ്ട്. വെറുതെ ഇവരെ ഒന്നും പിണക്കണ്ട, അവരുടെ ഈഗോ വെറുതെ ഒരു എന്താ പറയുക കുത്തി മുറിവേൽപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ രാഹുൽ സിംഗ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത്. അതുപോലെ തന്നെ തുർക്കി ഡ്രോണുകളെല്ലാം കൊടുത്ത് പാകിസ്ഥാനെ സഹായിച്ചു. നമുക്കറിയാം,
ഈ ഇങ്ങനെ ഒരു പ്രശ്നം പഹൽഗാമിലെ അറ്റാക്ക് ഉണ്ടായി നമ്മുടെ 26 നിരപരാധികളായ മനുഷ്യരെ മതം ചോദിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 16 ദിവസം എടുത്തു. 16ാമത്തെ ദിവസമാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. പക്ഷേ ഈ 16 ദിവസത്തിനിടയ്ക്ക് തുർക്കിയിൽ നിന്ന് വലിയ വിമാനങ്ങൾ വരികയും അതിൽ നിന്ന് ആയുധങ്ങൾ പാകിസ്ഥാന് കൊടുക്കുകയും ചെയ്തു. ഈ പാകിസ്ഥാൻ ഒരു വലിയ പ്രശ്നം പറ്റിയിരുന്നു. അല്ല, അത് നാം നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിലേക്ക് പോകുമ്പോൾ ഈ 3 രാജ്യങ്ങളും ഒന്നിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ തലവേദനയായി. ഒരു തലവേദനയും ഇന്ത്യക്കില്ല. കാരണം ചൈനയും പാകിസ്ഥാനും തുർക്കിയും അമേരിക്കയും ഒരുമിച്ചോട്ടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ലോകത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി നിസ്സാരക്കാരനല്ല. അദ്ദേഹം ഇപ്പോൾ നോക്കൂ, ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ ചെറിയ ചെറിയ രാജ്യങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദവും അവരുമായിട്ട് വ്യാപാര ബന്ധമുണ്ട്. ഇതൊക്കെ ഈ ചെറിയ രാജ്യങ്ങളെയൊക്കെ ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ വിരട്ടി കയ്യിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ അവർക്ക് അമേരിക്കയുടെ ആ കരാള ഹസ്തങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം നേടണം. അതിന് അവർ ഇന്ത്യയെ പോലെ സംസ്കാരവും സഭ്യതയും പാരമ്പര്യവും ശക്തിയുമുള്ള കരുത്തുമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ സഹായം അവർക്ക് വേണം. അതുകൊണ്ടാണ് അവർ ഇന്ത്യയുമായിട്ട് സൗഹൃദം ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും. അവർക്ക് കൈ കൊടുക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രി അവിടെയൊക്കെ പോയി അവരുമായിട്ട് പുതിയ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, അവർക്ക് സഹായങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ നമ്മളൊരു പുതിയ ലോകക്രമം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ റഷ്യ, അമേരിക്ക, ചൈന എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു ലോകക്രമം ഉണ്ടല്ലോ. ഇപ്പോൾ ക്രൂഡ് ഓയിൽ കയ്യിലിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ വലിയ നിക്ഷേപമുള്ളതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് ചില അപ്രമാദിത്വങ്ങളുണ്ട്. അതിനെ ഒന്നും വകവയ്ക്കാതെ ഈ ചെറിയ രാഷ്ട്രങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു പുതിയ ലോകക്രമം അതിലൂടെ ഇന്ത്യക്ക് അതീശത്വമുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് മേൽക്കൈയുള്ള ഒരു പുതിയ ലോകക്രമം ഉണ്ടായി വരികയാണ്. ഇതൊരു നയതന്ത്ര പദ്ധതിയാണ്. നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ഒരു നയതന്ത്ര പദ്ധതിയാണ്. നമുക്കറിയാം, കാനഡ നമുക്ക് എത്ര തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇന്നോ കാനഡ നമ്മുടെ ഒരു നല്ല സുഹൃത്ത് രാഷ്ട്രമായി മാറിയിരിക്കുന്നു. ഈ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന സർവ്വ കുത്തിത്തിരിപ്പുകളും ചൈനയും അമേരിക്കയും അവരുടെ ലാഭക്കണ്ണുകളോടുകൂടി ലാഭേച്ഛയോടുകൂടി മാത്രം ഈ രാഷ്ട്രങ്ങളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്ന ചൈനയുടെയും അമേരിക്കയുടെയും ആ ഹുങ്കിനെ അടിച്ചു താഴ്ത്താൻ ഇന്ന് ഇന്ത്യക്ക് സാധിക്കും. കാരണം ഇന്ന് ഇന്ത്യ ഒരു വലിയ കരുത്തുള്ള ഒരു സൈനിക രാഷ്ട്രം മാത്രമല്ല, സൈനികമായി കരുത്തുള്ള ഒരു രാഷ്ട്രം മാത്രമല്ല, മറിച്ച് സാമ്പത്തികമായിട്ടും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ GDP ഇന്ന് നമ്മളെ ലോകത്ത് 4ാം സ്ഥാനത്താണ്. അത് വൈകാതെ 3ാം സ്ഥാനത്തേക്ക് എത്തും. ജർമ്മനിയെയും പിന്തള്ളി നമ്മൾ 3ാം സ്ഥാനത്തെത്തും. ജപ്പാനെ പിന്തള്ളിയാണ് നമ്മൾ 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. നമുക്ക് മുകളിൽ പിന്നെ ചൈനയും അമേരിക്കയും മാത്രമേ ഉള്ളൂ. ഈ GDP 30 ട്രില്യനൊക്കെ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മറക്കണ്ട. പക്ഷേ അവിടെ ഇന്ത്യക്ക് അത്തരം ബുദ്ധിമുട്ടുകളില്ല. 2008 മറ്റും ലോകം മുഴുവനും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നു. ഇന്ത്യക്ക് കടുത്ത വെല്ലുവിളികളൊന്നും നേരിടേണ്ടി വന്നില്ല എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. കാരണം നമ്മുടെ അടിത്തറ അത്ര സുരക്ഷിതമാണ്, അത്ര ശക്തമാണ്. ഇവിടെ അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ, ചൈന, തുർക്കി എന്നീ 3 രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു എന്ന് നമ്മുടെ സൈനിക ഉപമേധാവി പറയുമ്പോൾ അതിനകത്ത് വാസ്തവമുണ്ട്. അവർ ചൈന ശരിക്കും പാകിസ്ഥാനെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റി. തുർക്കി ഒന്ന് ശ്രമിച്ചു നോക്കി ഇന്ത്യയോട് ഒന്ന് മുട്ടാൻ. പക്ഷേ അത് തുർക്കിക്ക് മനസ്സിലായി അതത്ര എളുപ്പമല്ല, അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് തുർക്കിക്ക് മനസ്സിലായി. ഇതിനകത്ത് അമേരിക്കയെ കൂടി ഏറ്റവും തമാശ, അവർ ആയുധം പിടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോദി അതിർത്തിയിൽ നിൽക്കുകയാണല്ലോ. തുർക്കിയുടെ അതിർത്തിയിൽ. അതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നു, അമേരിക്കയെ കൂടെ ചേർക്കണം. 3 രാഷ്ട്രങ്ങളല്ല 4 രാഷ്ട്രങ്ങളോടാണ് നമ്മൾ യുദ്ധം ചെയ്തത്. അതും ഒറ്റയ്ക്കാണ്. നമ്മൾ ആരുടെയും സഹായം തേടിയിട്ടില്ല. ആരും നമ്മളെ സഹായിക്കാൻ വന്നില്ല, ഇസ്രായേൽ ഒഴിച്ച്. ഇസ്രായേൽ നമ്മളെ സഹായിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ നമ്മളത് വളരെ സ്നേഹപൂർവ്വം അതിനെ നമ്മൾ നിരസിച്ചു. ഇത് ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അത് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് 3 അല്ല 4 രാഷ്ട്രങ്ങളോട് ഒരേ സമയം ഏറ്റുമുട്ടി വിജയം കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അത്രയും സൈനികമായി കരുത്തുള്ളൊരു രാഷ്ട്രമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് എന്നാണ് നമ്മുടെ ലഫ്റ്റനന്റ് ജനറൽ പറയാതെ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.